സമസ്തയുടെ 100ാം വാർഷിക സമ്മേളനത്തിൽ സ്വാഗത സംഘം യോഗം ലീഗ് അനുകൂലികൾ ബഹിഷ്കരിച്ചിരിക്കുന്നു. സമസ്തയ്ക്ക് മുൻപിൽ വെച്ച ആവശ്യങ്ങൾ അംഗീകരിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് ബഹിഷ്കരണമെന്ന് ലീഗ് അനുകൂലികൾ. യോഗത്തിൽ നിന്ന് സാദിഖ് അലി തങ്ങളും വിട്ടുനിൽക്കുകയാണ്. ഇംതിയാസ് കരീം വിവരങ്ങളുമായിട്ടുണ്ട്. ഇംതിയാസ്, എന്താണ് ഈ വിട്ടുനിൽക്കലിൽ നിന്ന് മാറി നിൽക്കലിന് കാരണം എന്താണ്? അക്ഷയ, ഈ സമസ്ത 100ാം വാർഷികവുമായി ബന്ധപ്പെട്ട് സ്വാഗത സംഘമൊക്കെ നേരത്തെ തന്നെ രൂപീകരിച്ചതാണ്. അതുമായി ബന്ധപ്പെട്ട വിവിധ മൂന്നോ നാലോ തവണ യോഗം ഇപ്പോൾ സമസ്തയുടെ നേതൃത്വത്തിൽ ചേരുകയും ചെയ്തിട്ടുണ്ട്. അതിലെ പ്രധാന ഇതിന് നേതൃത്വം കൊടുക്കുന്ന പ്രധാനയാളാണ് പാണക്കാട് സാദിഖ് അലി തങ്ങൾ. എന്നാൽ പാണക്കാട് സാദിഖ് അലി തങ്ങൾ അടക്കമുള്ള സമസ്തയിലെ ഒരു വിഭാഗം ഇതിൽ നിന്ന് ഇപ്പോൾ പൂർണ്ണമായും വിട്ടുനിൽക്കുന്നു. അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഇപ്പോൾ ലീഗ് വിരുദ്ധ വിഭാഗം മാത്രമാണ് ഇപ്പോൾ യോഗത്തിൽ പങ്കെടുക്കുന്നത്. ജിഫ്രി തങ്ങളടക്കമുള്ളവർ അതിന് നേതൃത്വം കൊടുത്ത് പ്രഭാഷണമടക്കം സമസ്തയുടെ ഓഫീസിൽ ഇപ്പോൾ നടത്തിയിട്ടുമുണ്ട്. അതായത് സമസ്തയിലെ ലീഗ് അനുകൂല വിഭാഗം സമസ്തയ്ക്ക് മുൻപിൽ കുറെ ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചിരുന്നു. അതായത് പുറത്താക്കിയ മുസ്തഫൽ ഫൈസിയെ തിരിച്ചെടുക്കുക, സമസ്തയുമായുള്ള പ്രശ്നങ്ങൾ തീർക്കുക, പാണക്കാട് സാദിഖ് അലി തങ്ങളെ മുഷാവറയിലേക്ക് എടുക്കുക തുടങ്ങിയ നിരവധി ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചിരുന്നു. എന്നാൽ ആ ആവശ്യങ്ങളൊന്നും സമസ്ത നേതൃത്വം അംഗീകരിക്കാൻ തയ്യാറല്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. അതൊന്നും അംഗീകരിക്കാത്ത ഘട്ടത്തിലാണ് പൂർണ്ണമായിട്ടും ഇതിൽ നിന്ന് വിട്ടുനിൽക്കുന്നത്. അതോടൊപ്പം തന്നെ സ്വാഗത സംഘത്തിൽ ലീഗ് അനുകൂല വിഭാഗത്തിന് പ്രത്യേകിച്ച് റോളൊന്നുമില്ല, അവരുടെ അംഗസംഖ്യ ഇതിൽ കുറവാണ് എന്നൊരു ആക്ഷേപവും ലീഗ് അനുകൂല വിഭാഗം ഉന്നയിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളായിട്ടുള്ള സാദിഖ് അലി തങ്ങൾ ഉൾപ്പെടെയുള്ളവർ ഈ യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്നത്. നാസർ ഫൈസി കൂടത്തായി ഉൾപ്പെടെയുള്ളവർ വിട്ടുനിൽക്കുന്നുണ്ട്. പ്രധാനമായിട്ടും ഉമർ ഫൈസി മുക്കം പോലെയുള്ള ലീഗ് വിരുദ്ധ വിഭാഗത്തിലുള്ള ആളുകളാണ് ഇപ്പോൾ യോഗത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. നേരത്തെ വിദേശത്തടക്കം ഇതുമായി ബന്ധപ്പെട്ട സ്വാഗത സംഘത്തിന്റെ യോഗം നേരത്തെ വിളിച്ചു കൂട്ടിയിരുന്നു. അതിലും സാദിഖ് അലി തങ്ങളെ ക്ഷണിച്ചപ്പോൾ അതിൽ നിന്ന് വിട്ടുനിൽക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും സമസ്തയുടെ ഏറ്റവും വലിയ ഒരു പ്രധാനപ്പെട്ട ഇവന്റാണ് 100ാം വാർഷിക സമ്മേളനം എന്ന് പറയുന്നത്. ആ സമ്മേളനത്തിലേക്ക് അതിന്റെ ഒരുക്കങ്ങളുമായി മുന്നോട്ട് പോകുന്നതിന് നിലവിലുണ്ടായിരിക്കുന്ന ഈ തർക്കങ്ങൾക്ക് ഒരു അനുനയത്തിലേക്കൊക്കെ കാര്യങ്ങൾ എത്താനുള്ള സാധ്യത എത്രത്തോളാണ്? ആരിടപെടേണ്ടി വരും? അങ്ങനെയൊരു അനുനയ സാധ്യത എന്ന് പറഞ്ഞുകൊണ്ട് വളരെ നേരത്തെ തന്നെ യോഗവും ചർച്ചകളും ഒക്കെ ആരംഭിച്ചിരുന്നു. സാദിഖ് അലി തങ്ങളും PK കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ളവരുടെ മധ്യസ്ഥതയിലടക്കം ചർച്ചകൾ നടന്നതാണ്. പക്ഷേ യോഗം കഴിഞ്ഞ് മാധ്യമങ്ങളെ കാണുന്ന സമയത്ത് ഞങ്ങൾ ചർച്ചകളൊക്കെ പരിഹരിക്കും എന്ന് പറയുന്നതല്ലാതെ ഇരു വിഭാഗവും തമ്മിലുള്ള ചേരിപ്പോര് അങ്ങനെ തന്നെ തുടരുകയാണ്, രൂക്ഷമായി തുടരുകയാണ് എന്നുള്ളതാണ് കാര്യം. അതിൽ പ്രത്യേകമായിട്ടും ഉമർ ഫൈസി മുക്കം, അതുപോലെ തന്നെ സമസ്ത ലീഗ് അനുകൂല വിഭാഗത്തിലുള്ള നാസർ ഫൈസി അടക്കമുള്ള നേതാക്കൾ, ഈ നേതാക്കൾ തമ്മിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള തർക്കങ്ങൾ തുടരുന്നു, ചേരിപ്പോര് ശക്തമാക്കുന്നു എന്നുള്ളതാണ്. അതായത് സാദിഖ് അലി തങ്ങൾ ഉൾപ്പെടെയുള്ളവരെ ലീഗ് വിരുദ്ധ വിഭാഗം, ഉമർ ഫൈസി അടക്കമുള്ള നേതാക്കൾ ഇപ്പോഴും അംഗീകരിക്കാൻ തയ്യാറല്ല എന്നുള്ളതാണ് കാര്യം. ഇനി തദ്ദേശ തിരഞ്ഞെടുപ്പ് അടക്കം വരാനിരിക്കുകയാണ്. ഈ തദ്ദേശ തിരഞ്ഞെടുപ്പിന് മുൻപെങ്കിലും ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചു മുന്നോട്ട് പോകണമെന്ന് സമസ്ത നേതൃത്വം തന്നെ, അതല്ലെങ്കിൽ മുസ്ലിം ലീഗ് നേതൃത്വം തന്നെ അങ്ങനെ ഒരു തീരുമാനമൊക്കെ എടുത്തിരുന്നു. പക്ഷേ തദ്ദേശ തിരഞ്ഞെടുപ്പ് ഇങ്ങ് അടുക്കാറാകുമ്പോൾ പോലും പ്രശ്നങ്ങൾക്കൊന്നും പരിഹാരം കാണാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് കാര്യം. അതോടൊപ്പം തന്നെ ഒരു പരിഹാരമില്ലാതെ ഈ പ്രശ്നങ്ങൾ ഇങ്ങനെ നീണ്ടുപോകുന്നു എന്നുള്ളതാണ് ഇംതിയാസ് പറഞ്ഞതുപോലെ തന്നെ. നേരത്തെ സാദിഖ് അലി തങ്ങളും കുഞ്ഞാലിക്കുട്ടി ഒക്കെ ഇരുന്നു കൊണ്ടുള്ള യോഗമൊക്കെ ചർച്ചയൊക്കെ നടന്നിരുന്നു. പക്ഷേ പരിഹാരത്തിലേക്ക് എത്തുന്നില്ല. ഇപ്പോഴും സംസ്ഥയുടെ 100ാം വാർഷിക സമ്മേളനത്തിൽ സ്വാഗത സംഘ യോഗത്തിൽ നിന്നാണ് ലീഗ് അനുകൂലികൾ വിട്ടുനിൽക്കുന്നത്. സാദിഖ് അലി തങ്ങൾ ഉൾപ്പെടെ വിട്ടുനിൽക്കുന്നു എന്നുള്ള വിവരമാണ് ഇംതിയാസ് പങ്കുവച്ചത്.